കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിന് മുമ്പ് കേരളത്തിൻ്റെ അന്തരീക്ഷം നമുക്കെല്ലാവർക്കും അറിയാമായിരുന്നു. കാരണം കോൺഗ്രസിന് വരെ നേരിട്ടില്ലാത്തൊരു തിരഞ്ഞെടുപ്പായിരുന്നു ഈ പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പുകൾ. ആ തിരഞ്ഞെടുപ്പിൽ നമ്മളെ നേരിടാൻ രണ്ട് ശക്തികൾ തുല്യമായി വന്നു. ഒരു ഭാഗത്ത് കേന്ദ്ര ഗവൺമെൻറ്, ED, CBI, ഇൻകം ടാക്സ് തുടങ്ങിയ എല്ലാ ഏജൻസികളെയും ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ. മറുഭാഗത്ത് കേരളത്തിലെ 10 വർഷക്കാലമായി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പിണറായി സർക്കാർ. ഈ രണ്ട് പാർട്ടികൾക്കും ഒറ്റ ലക്ഷ്യം, നമ്മളെ തോൽപ്പിക്കണം. എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായിട്ടുള്ള ഈ ഓരോ പഞ്ചായത്ത് മെമ്പർമാരും, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും, ജില്ലാ പഞ്ചായത്ത് മെമ്പറും, മുനിസിപ്പൽ കൗൺസിലും, കോർപ്പറേഷൻ കൗൺസിലും, ഈ രണ്ട് ശക്തികളെ ഒരു വേള രണ്ട് ശക്തികളും ഒന്നിച്ചു കൂടിയിട്ട് അവരെ തോൽപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്ന് സമാനതകളില്ലാത്ത വിജയമാണ് എന്ന് പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഇത് ഒരു സെമി ഫൈനലാണ്. എല്ലാവരും പറഞ്ഞു സെമി ഫൈനലാണ്. വിചാരിച്ചത് സെമി ഫൈനലിൽ കോൺഗ്രസ് കൂപ്പുകുത്തി പോകുമെന്നായിരുന്നു, UDF കൂപ്പുകുത്തി പോകുമെന്നായിരുന്നു. ഞങ്ങൾ എല്ലാവരും ധരിച്ചതെന്താണ്, പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷൻ കഴിഞ്ഞാൽ റിബൽ വരും, കോൺഗ്രസിൽ മുഴുവൻ റിബലായിരിക്കും, അഭിപ്രായ വ്യത്യാസമായിരിക്കും, പ്രശ്നമായിരിക്കും, പിന്നെ അസംബ്ലി ഇലക്ഷൻ എളുപ്പമാവും. ഇതായിരുന്നു പിണറായിയുടെ സ്വപ്നം. പക്ഷേ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്താണ് നമ്മൾ കാണിച്ചു കൊടുത്തത്? BJPയും CPMഉം നിങ്ങൾ ഒന്നിച്ചു വന്നാലും കേരളത്തിലെ UDF കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ജയിച്ചു വരും എന്നുള്ള മഹത്തരമായ സന്ദേശമാണ്